My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 156ാമത്തെ എപ്പിസോഡിൽ കാന്താരിസ് എന്ന അധ്യായം ആരംഭിക്കുകയാണ്. കാന്താരിസിൻ്റെ ഒരു പ്രയോഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സാന്ദർഭികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ അജ്ഞാത രോഗം എന്ന് അറിയപ്പെട്ടിരുന്ന പിൽക്കാലത്ത് എലിപ്പനി എന്ന് പേരിട്ട രോഗാവസ്ഥ, പാർശ്വവ്യാധി സംഹാരതാണ്ഡമാടുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തപ്പോൾ ഒരു കേസിൽ കാന്താരിസ് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടതും കുറച്ച് സാഹസികമായിട്ട് തന്നെ അത് കൊടുക്കുകയും ചെയ്തൊരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് എടുക്കാൻ കാരണം ഇവിടെ എപ്പിസുമായിട്ടൊരു താരതമ്യം നേരത്തെ വന്നതുകൊണ്ടാണ്. ഒരു ആൻറ്റിഡോട്ടൽ ആക്ഷൻ, ഒരു സിമിലാരിറ്റി, വൃക്കസംബന്ധമായ പ്രശ്നങ്ങൾക്കും യൂറിനറി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പൊള്ളൽ എന്ന് പറയുന്ന ഫീലിങ്ങും ഒക്കെ രണ്ടും ചേർന്ന് പോകുന്ന, അതുകൊണ്ടാണ് അതിനോട് തുടർന്ന് ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വളരെ വിലപ്പെട്ടൊരു ഔഷധമാണ് കാന്താരിസ്. നമ്മൾ ഈ ഔഷധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതി കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചില ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യപ്പെട്ട് മാറ്റിയിരിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ ചില സമയങ്ങളിൽ വളരെ അമൂല്യമായിട്ടുള്ള പ്രയോഗങ്ങൾ അതിന് വരും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആ ഔഷധങ്ങളുടെ തനി സ്വരൂപം ശരിക്കും ഗ്രഹിക്കണം. അങ്ങനെ ഗ്രഹിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കെൻറ്റിൻ്റെ ലെക്ചേഴ്സ്. അപ്പോൾ കാന്താരിസിനെ കുറിച്ചുള്ള ഈ ലെക്ചറിലും ധാരാളം വിവരങ്ങൾ, കാന്താരിസിനെ കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ പല അറിവുകളും തരുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. Cantharis. The most important feature of this medicine is the inflammatory condition. The most important characteristic in the inflammation is the rapidity with which it develops into a gangrenous stage. Inflammatory condition ആണ് കാന്താരിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. അതിൽ തന്നെ അതിൻ്റെ റാപ്പിഡിറ്റി ഒരു ഗാംഗ്രിനസ് കണ്ടീഷനിലേക്ക്, അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് ശരീരത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനെടുക്കുന്ന ആ ഒരു ചുരുങ്ങിയ കാലയളവ്, അതാണ് കാന്താരിസിൻ്റെ ഹൈലൈറ്റ്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് യൂഷ്വലി ഫോളോ എ ഡെഫിനിറ്റ് കോഴ്സ് ഫോർ ഡേയ്സ്, ബട്ട് വെൻ ദിസ് മെഡിസിൻ ഈസ് പുട്ട് അപ്പോൺ എ പാർട്ട് ഓർ ടേക്കൺ ഇന്റേർണലി, ദ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ടെർമിനേറ്റ്സ് ഇൻ ഡെത്ത് ഓഫ് ദ പാർട്ട് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. സാധാരണ ഇൻഫ്ലമേഷന് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു കോഴ്സ് ഉണ്ട്, കോഴ്സ് ഓഫ് ടൈം ഉണ്ട്. നിങ്ങളൊക്കെ അത് പഠിച്ചു കാണും, നിങ്ങളുടെ ജീവശാസ്ത്രത്തെ പഠിച്ചു കാണും. പക്ഷേ കാന്താരിസ് എക്സ്റ്റേണലി അത് പ്രയോഗിക്കുകയോ ഇൻറ്റേർണലി എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു യൂഷ്വൽ കോഴ്സ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയും ആ ഭാഗത്തിൻ്റെ മരണം, ഗാംഗ്രിനസ് കണ്ടീഷൻ വളരെ വേഗത്തിലാകുകയും ചെയ്യും. When taken internally, it proceeds almost immediately to attack the urinary tract and establish a uremic state which brings about the mental symptoms. The local inflammatory condition comes on with great rapidity and this brings the patient down violently sick in a great hurry. അപ്പോൾ ഇൻറ്റേർണലി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണലി ഇതിൻ്റെ അബ്യൂസിനെ കുറിച്ച് നമ്മൾ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഇതൊരു ഉത്തേജക ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് കണ്ടു. അപ്പോൾ അതിനായിട്ടും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ടും ഇത് ഇൻറ്റേർണലി എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ വളരെ പെട്ടെന്നുള്ളതിൻ്റെ ഒരു ആക്ഷൻ വരുന്നത് യൂറിനറി ട്രാക്റ്റിലാണ്, മൂത്രാശയ ആ ഒരു വ്യവസ്ഥയിൽ അതിൻ്റെ ഒരു യുറീമിക് സ്റ്റേറ്റ്, അതായത് നമുക്കറിയാവുന്നതാണ് വൃക്ക കേടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, വിച്ച് ബ്രിങ്സ് അബൌട്ട് ദി മെൻ്റൽ സിംപ്റ്റംസ്. അതിനോടനുബന്ധമായിട്ട് മാനസിക ലക്ഷണങ്ങളും പുറത്തു വരുന്നു. കാന്താരിസിൻ്റെ മെൻ്റൽ കണ്ടീഷൻസും അത് പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. ആ ലോക്കൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗത്തിൽ വരുന്ന ഗ്രേറ്റ് റാപ്പിഡിറ്റി, വെറും റാപ്പിഡിറ്റി എന്നല്ല, ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗം ആ രോഗി വയലൻ്റ്ലി സിക്ക് എന്നുള്ള പ്രയോഗമാണ്. വളരെ മാരകമായൊരു അവസ്ഥയാണത്. ഫ്രം സ്ട്രോങ് ഡോസസ് ഇൻ ദ പോയിസണസ് എഫക്റ്റ് വി ഗെറ്റ് സ്റ്റാർട്ട്ലിംഗ് ആൻഡ് അലാമിംഗ് സിംറ്റംസ്. ഇതിൻ്റെ വിഷബാധയേൽക്കാൻ തക്ക വലിപ്പമുള്ള ഡോസുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആ ലക്ഷണങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. The whole economy is in disorder.
ഗ്രീവസ് സിംറ്റംസ് കോമൺലി ഓഫ് ദ യൂറിനറി ട്രാക്ട്. മൊത്തം വൈറ്റൽ എക്കോണമി ആകെ ക്രമരാഹിത്യം വരും. അങ്ങനെ വൈറ്റൽ എക്കോണമി, മനുഷ്യൻ്റെ വൈറ്റൽ എക്കോണമിയെ മൊത്തത്തിൽ ബാധിച്ച് ക്രമരാഹിത്യം ഉളവാക്കുന്ന ഔഷധങ്ങളാണ് ഹോമിയോപ്പതിക്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. മൊത്തത്തിൽ ബാധിക്കുന്നു, പാർഷ്യലായിട്ട് ബാധിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് എടുക്കുമ്പോൾ ഒരു ഡിസീസ്ഡ് അല്ലെങ്കിൽ ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റിയെ നമ്മൾ ചികിത്സിക്കാൻ നോക്കുമ്പോൾ ആ ഒരു ലെവലിൽ ഡിറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ കൊണ്ടേ കാര്യമുള്ളൂ. അപ്പോൾ കാന്താറിസ് അങ്ങനെയുള്ളതെന്നാണെന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വില അതിൽ നിന്ന് മനസ്സിലാക്കണം. കൂടുതലും യൂറിനറി ട്രാക്റ്റിലാണത് വരുന്നത്. ദ പാർട്സ് ബിക്കം ഗാംഗ്രസ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ നേരത്തെ ഏർലി സ്റ്റേജിൽ തന്നെ ആ യൂറിനറി ട്രാക്റ്റ് ഒരു ഗാംഗ്രസ് സ്റ്റേജിലേക്ക് വരും. ദ മെൻ്റൽ സിംപ്റ്റംസ് ആർ സ്ട്രൈക്കിംഗ്. എമംഗ് ദോസ് ദാറ്റ് ആർ ഗൈഡിങ് ആർ സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വിത്ത് റെഡ് ഫേസ്. മെൻ്റൽ സിംപ്റ്റംസിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഗൈഡിങ് സിംപ്റ്റം എന്ന് പറയുന്നത് സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ബോധം വളരെ പെട്ടെന്ന് പോകുന്നു, മുഖമാകെ ചുവന്നു വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ആ രോഗിണി ആ സ്ത്രീ ICUലായിരുന്നു. അവരുടെ 3 പെൺമക്കളാണ്. ഒരു മൂത്ത മകൾ എന്നൊരു 10-20 വയസ്സ് അടുത്ത് പ്രായമുണ്ട്. ആ പെൺകുട്ടിയുമായിട്ടും ഒരു അകന്ന ബന്ധുവായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. ഭർത്താവ് ഊമയും ബദിരനുമായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ അയൽവക്കത്ത് നിന്നുള്ള സ്ത്രീകൾ. പിന്നെ ഞാൻ പോയി, എനിക്ക് പരിചയമുള്ളതാണ്. കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അതിർത്തിയുടെ തൊട്ടടുത്ത് തന്നെ അവരുടെ വീട്. അവിടെ പോയി അയൽവക്കാരോട് സംസാരിച്ചതിൽ നിന്നും അവരുടെ ആ ഒരു കേസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു റാപ്പിഡിറ്റി, റെഡ് ഫേസ്, അതൊക്കെ ആളുകൾ ശ്രദ്ധിച്ചതാണ്. സഡൻലി ഗോസ് ഇൻ ടു സ്റ്റുപ്പർ. പെട്ടെന്നൊരു സ്റ്റേറ്റ് ഓഫ് സ്റ്റുപ്പർ, ആ ഒരു വന്നിച്ചുപോയൊരു മൂഢത്വം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, മനസ്സാകെ ആശയക്കുഴപ്പത്തിലാവുന്നു. ഓവർവെൽംഡ് വിത്ത് സ്ട്രെയിഞ്ച് ഐഡിയാസ്, അസാധാരണമായ ആശയങ്ങൾ മനസ്സിലേക്ക് വരുന്നു. അവർ അബോധാവസ്ഥയെന്ന പോലെ സംസാരിക്കും. ഈ സ്ത്രീ അങ്ങനെയായിരുന്നു. അവർ പെട്ടെന്ന് ഭർത്താവ് സംസാരിക്കും, ഭർത്താവിനെ വിളിക്കുക, ആള് അത് ചെയ്യാൻ പറ, അങ്ങനെയൊക്കെ അവർ പറയാൻ തുടങ്ങിയിരുന്നു ആ ഒരു അവസ്ഥയിൽ. തോട്ട്സ് റൺ റയറ്റ് ആൻഡ് ഗോ വാട്ട് എവർ വേ ദേ വിൽ ആസ് ഇഫ് പൊസസ്ഡ് ബൈ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ചിന്തകളൊക്കെ ആകെ വയലൻ്റ് ആകുന്നു, ആകെ ഒരു അസ്വസ്ഥാജനകമായിട്ടുള്ള റയറ്റിയസ് ആയിട്ടുള്ള ചിന്തകൾ. അത് തോന്നുന്ന വഴിക്ക് പോകുന്നു. അതിനൊരു ക്രമമില്ലാതെ, ശരിയായൊരു പാതയില്ലാതെ, ഒരു ദിശയില്ലാതെ പോകുന്നു. പൊസസ്ഡ് ബൈ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ്, ഒരു ബാധ ഉണ്ടായെന്ന പോലെ. ഈ വാക്ക് വളരെ കൃത്യമാണ്. ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസിൻ്റെ പൊസസ്ഡ് ബൈ എന്ന് പറയില്ലേ. ഞാൻ ചെന്നപ്പോൾ ഒരു മുസ്ലിം ഏരിയയാണ്, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയായിരുന്നു അത്. അപ്പോൾ അടുത്തുള്ളൊരു ഉമ്മുമ്മ പറഞ്ഞത് ഓളെ എന്തോ ജിന്ന് വന്ന് ബാധിച്ചു, ജിന്ന് ബാധിച്ച പോലെ ആണിരുന്നു അവളുടെ വർത്തമാനവും പെരുമാറ്റവും എന്നാണ് അതൊരു 10-70 വയസ്സുള്ളൊരു ഉമ്മുമ്മ എന്നോട് പറഞ്ഞത്. ഹെഡ് ഹോട്ട്, ഫ്രൻസി, ഡെലിറിയം വിത്ത് ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് റേജ്. എല്ലാതും ഡെലിറിയം, ഫ്രൻസി, ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്, റേജ്, രോഷത്തോടുകൂടി, ആ രോഷമനോഭാവത്തോടുകൂടി ഉത്തേജനം. അത് ഇവിടെ ഇറ്റാലിക്സിലാണ് പറയുന്നത്. ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്, റേജ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ് പറയുന്നത്. ഹെഡ് ഹോട്ട്, തലയാകെ ചൂട് പിടിച്ച്. പാരക്സിസംസ് റിന്യൂഡ് ബൈ ഡേസ്ലിംഗ് ഓർ ബ്രൈറ്റ് ഒബ്ജക്ട്സ്. പ്രകാശമുള്ള ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ നല്ല വെളിച്ചത്തിലിരിക്കുന്ന ഒബ്ജക്ട്സ്, അതുകൊണ്ടോ ഡേസ്ലിങ്ങോ കൊണ്ട് ഈ പാരോക്സിസംസ് റിന്യൂഡ്, അത് വീണ്ടും വരുന്നു. പ്രകാശത്തോടൊരു സെൻസിറ്റിവിറ്റി. ബൈ ടച്ചിങ് ദ ലാരിങ്സ് ഓർ ബൈ ട്രൈങ് ടു ഡ്രിങ്ക് വാട്ടർ ആസ് ഇൻ റാബീസ്. അപ്പോൾ ഈ ലാരിങ്സിനെ തൊടുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം വരുന്നു. റാബിഡ് കണ്ടീഷനാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള അവസ്ഥ. ഫിയർ ആൻഡ് കൺഫ്യൂഷൻ ഓഫ് ഐഡിയാസ്, ഭയം, ആശയങ്ങളിങ്ങനെ കൂടിക്കുഴയുന്നൊരവസ്ഥ. The mind often runs towards subjects that are inflamed part would suggest. അപ്പോൾ ഇൻഫ്ലമേഷൻ ബാധിച്ച അവയവങ്ങളിലേക്ക് ഈ മനസ്സ് കൂടുതൽ പോകുന്നു. The bladder and genitals are inflamed and the excitement and congestion of the parts often arouse the sexual instincts so that there are sexual thoughts and sexual frenzy. അപ്പോൾ യൂറിനറി ട്രാക്ട് അഫക്റ്റഡ് ആകുന്നു. അപ്പോൾ ആ അഫക്റ്റഡായ ഭാഗത്തേക്ക് മനസ്സ് പോകുന്നു.
അപ്പോൾ മനസ്സും ശരീരവും തമ്മിലുള്ള ആ ബന്ധം നോക്കിയേ, എത്ര ഭംഗിയായിട്ടാണ് കാന്താറിസ് അതിനെ പ്രകടിപ്പിക്കുന്നത് നോക്കുക. ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ വരുമ്പോൾ ആ പാർട്സിന്, യൂറിനറി പാർട്സുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിൻ്റെ പോക്ക് എങ്ങനെ നോക്കുക, സെക്ഷൽ ഇമോഷൻസിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ മനസ്സും ശരീരവും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ പ്രവചിക്കുന്നത് പോലെയോ സങ്കല്പിക്കുന്ന പോലെ യുക്തി അനുസരിച്ച് ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. വൈൽഡ് അമോറസ് ഫ്രൻസി ആൻഡ് എക്സൈറ്റ്മെന്റ് സച്ച് ആസ് അക്കമ്പനീസ് ഇൻഫ്ലമേഷൻ അറ്റൻഡഡ് വിത്ത് തോട്ട്സ് ദാറ്റ് കറസ്പോണ്ട്. കണ്ടോ, ഇൻഫ്ലമേഷൻ അതിനോട് കറസ്പോണ്ട് ചെയ്യുന്ന ചിന്തകൾ. ഇൻഫ്ലമേഷൻ, യൂറിനറി ട്രാക്റ്റിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ചിന്തകൾ പോകുന്ന വഴി വേറെയാണ്. ആ തരത്തിലാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളെ, ശരീരവും മനസ്സും ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ഡീൽ ചെയ്യാൻ ഹോമിയോപ്പതിക്ക് മാത്രമേ സാധിക്കൂ. വേറെ ഏതെങ്കിലും ചികിത്സാരീതിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദ സെക്ഷൽ ഇൻസ്റ്റിങ് ഹാസ് ഗോൺ മാഡ്. ഭ്രാന്തമായ ഒരു ഇൻസ്റ്റിങ്, ഭ്രാന്തമായൊരു അവസ്ഥ. ദി ഇറക്ഷൻസ് ഇൻ ദ മെയിൽ ആർ പെയിൻഫുൾ ആൻഡ് വയലൻറ്റ്. പുരുഷന്മാരിലാകുമ്പോൾ ഇറക്ഷൻസ് വേദനാജനകമാകുന്നു, വയലൻ്റ് ആകുന്നു. വേദനാജനകം ഇൻഫ്ലെയിംഡാണ്, വേദനാജനകമാകും. പക്ഷേ അതേസമയം ഒരു മെൻ്റൽ പ്ലെയിനിൽ അത് വയലൻറ്റും കൂടി ആകുന്നു. അപ്പോൾ ശരീരവും മനസ്സും ഒരേപോലെയാണ് പോകുന്നത്. ദ പീനിസ് ഈസ് ഇൻഫ്ലെയിംഡ് ആൻഡ് സോർ ആൻഡ് ഇറ്റ് വുഡ് ബി പെയിൻഫുൾ ടു ഹാവ് കോയിറ്റസ്. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ട്, പീനിസ് ഇൻഫ്ലെയിംഡ് ആണ്, സോറാണ്. ഒരു കൊയിഷൻ നടന്നു കഴിഞ്ഞാൽ വളരെ വേദനാജനകമായിരിക്കും. എങ്കിലും മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടൊരു അവസ്ഥയായതുകൊണ്ട് ഒരു കൊയിഷനിലേക്ക് പോയെന്നിരിക്കും. യെറ്റ് ദർ ഈസ് ദിസ് ഫ്രൻസി. എങ്കിലും പോലും ഈ ഭ്രാന്തമായ ഒരു അഭിനിവേശം അവിടെ ഉണ്ട്. ഇൻസോളൻസ്, ബ്ലാസ്ഫീമി, ഇതൊക്കെ ഇൻസോളൻസ് എന്ന് വെച്ചാൽ ദുർഭാഷണം, മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബ്ലാസ്ഫീമി ദൈവദൂഷണം, രണ്ടും ഒരേപോലെ മോശമായൊരു മനസ്സിൽ നിന്നും വരുന്നതാണ്. മനസ്സിൻ്റെ ഒരു പ്രവർത്തനത്തെ ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ ദുർഭാഷണം, ദൈവദൂഷണം, അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ ആ മനസ്സിൽ നിന്ന് വരും. റെസ്റ്റ്ലെസ്നെസ് എൻഡിങ് ഇൻ റേജ്. അസ്വസ്ഥത കൊണ്ട് നിൽക്കുന്നില്ല. നമ്മൾ അസ്വസ്ഥത പല വകഭേദങ്ങളും പല അവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അസ്വസ്ഥത വന്നിട്ട് ഒരു രോഷം, ചിലപ്പോൾ അക്രമോത്സുകതയുമാകാം. റെസ്റ്റ്ലെസ്നെസ് കോസിങ് ഹിം ടു മൂവ് കോൺസ്റ്റൻ്റ്ലി, എ റേജ് ആൻഡ് ഡെലിറിയം ഇന്റർമിംഗിൾഡ് വിത്ത് അമോറസ് ഫ്രൻസി. അപ്പോൾ അസ്വസ്ഥത വരാൻ നേരത്ത് സ്ഥിരമായിട്ട് സഞ്ചരിക്കാൻ, സ്ഥിരമായിട്ട് ചലിക്കാൻ തോന്നും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ തന്നെ വകഭേദങ്ങൾ നമ്മൾ പല വർഷങ്ങളും കണ്ടിട്ടുണ്ട്. ഈ രോഷം വന്നിട്ട്, രോഷവും ഡെലിറിയവും വന്നിട്ട് അത് ഇൻ്റർമിങ്കിൾ ചെയ്യുന്നു. എന്തുമായിട്ടാണ്? അമോറസ് ഫ്രൻസി. ഈ ഒരു ലൈംഗികമായിട്ടുള്ളൊരു വന്യമായൊരു ഉത്തേജിതാവസ്ഥ, അതും ഡെലിറിയവും റേജുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്ത് വരുന്നു. ഇത്തരം അവസ്ഥകളൊക്കെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല കുറ്റകൃത്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ, നമ്മൾ സമകാലീന ലോകത്ത് തന്നെ കാണുന്ന പല കുറ്റകൃത്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്തരം മനസ്സുകൾ അവിടെ ഉണ്ടോ എന്ന് സങ്കല്പിക്കണം. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വ്യക്തികളെ സുഖപ്പെടുത്തുക എന്നുള്ളതല്ല, വ്യക്തികളെ സുഖപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിൻ്റെ സൗഖ്യത്തിലേക്കും മാനവരാശിയുടെ സൗഖ്യം എന്നുള്ളതാണ് സാമുൽ ഹനിമാൻ ഹോമിയോപ്പതിയുടെ തുടക്കത്തിലേ പറഞ്ഞു വെക്കുന്ന കാര്യം. ഹ്യൂമാനിറ്റിയുടെ വെൽബീയിങ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമൂഹത്തിലെ അക്രമവാസനകളൊക്കെ ആയിട്ട് ഇതിനെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഹോമിയോപ്പതിക്കുള്ള വലിയ പങ്ക് നമ്മൾ തിരിച്ചറിയണം. അത് ഡോക്ടർമാരുടെ സംഘടനകളും ഭരണകൂടങ്ങളും ഒക്കെ ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് തക്ക ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലെ നിരവധി ഔഷധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ടൂൾസിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാര്യം. ആ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്നതാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുകയും പ്രയോഗിക്കുകയും വേണം. ദിസ് കൈൻഡ് ഓഫ് മെൻ്റൽ കണ്ടക്ട് ഇൻ കാന്താറിസ് ഈസ് സിമിലർ ടു വാട്ട് വിൽ ടേക്ക് പ്ലേസ് ഇൻ ഹയോസയാമസ്, ഫോസ്ഫറസ് ആൻഡ് സീക്കയിൽ. അപ്പോൾ കമ്പാരിസൺസ് ഹയോസയാമസ്, ഫോസ്ഫറസ്, സീക്കയിൽ. ഇത്തരം മനസ്സിനെ ബാധിച്ചുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഈ ഔഷധങ്ങളുമായിട്ടും അതിനെ താരതമ്യം ചെയ്യാവുന്നതാണ്. എ വയലന്റ് ഡെലിറിയം സ്റ്റേറ്റ് ഇന്റർമിംഗിൾ വിത്ത് സെക്ഷൽ ഐഡിയാസ് ഓൺ ടോക്ക്. ഈ ഒരു കാര്യത്തിൽ ഹയോസയാമസൊക്കെ ഉള്ള റാബിസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഔഷധങ്ങളാണത്. പക്ഷെ ഇവിടെ ആ ഒരു സിമിലാരിറ്റി വരുന്നത് ഈ വയലൻസും ഡെലിറിയസ് കണ്ടീഷനും സെക്ഷൽ ഫ്രൻസിയുമായിട്ട് ഇന്റർമിംഗിൾ ചെയ്ത് വരുന്ന കാര്യത്തിലാണ് ഇവിടെ കാന്താറിസിന് ഹയോസയാമസും ഫോസ്ഫറസും സീക്കലുമായിട്ട്
സാദൃശ്യം വരുന്നത്. ഇൻ സം ഇൻസ്റ്റൻസസ് ഹി ഡെലിറിയസ്ലി sings livid songs and prattles on the subject of human genitals, urine and feces, a wild raving on subjects not talked about in health except among the depraved. ചില സന്ദർഭങ്ങളിൽ ഈ ആള് ഈ മോശമായ സംസാരം എന്നത് ആ പരിധിയും വിട്ടിട്ട് ഈ തെറിപ്പാട്ടുകൾ എന്ന് പറയില്ലേ, തെറിപ്പാട്ടുകൾ, മോശമായ വാക്കുകൾ ഉപയോഗിച്ചുള്ള പാട്ടുകൾ പാടുന്നു. യൂറിനറി ഓർഗൻസുമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് ചേർത്ത് കൊണ്ടുള്ള തെറിപ്പാട്ടുകൾ പാടും. ആരോഗ്യകരമായൊരവസ്ഥയിൽ ആളുകൾ പറയാത്ത കാര്യങ്ങൾ, ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയിൽ, ശാരീരികവും മാനസികമായ ആരോഗ്യത്തിന് ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രം പറയുന്ന കാര്യങ്ങൾ, അത് ദുർഭാഷണമായിട്ടും തെറിപ്പാട്ടുകളുമായിട്ടും വരും ഒരു കാന്താറിസ് പേഷ്യൻറ്റിൻ്റെ വായിൽ നിന്ന്. ആ കാര്യത്തിൽ ഹയോസൈമേസും ഫോസ്ഫറസും സീക്കയിലും ഒക്കെ ഓരം ചേർന്ന് നിൽക്കുന്നുമുണ്ട്. ബട്ട് ഇൻ ഡിസീസ് chaste and modest persons, virgins will speak so that it is surprising where they have picked up such language. അപ്പോൾ രോഗാവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് ഇത് കിട്ടി? ഇന്നത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയെന്നോ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയെന്നോ കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയെന്നൊക്കെ പറയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലാത്തപ്പോൾ പോലും എവിടെ നിന്ന് ഇത് വന്നു? ഒരു വിർജിൻ, ഒരു കന്യക, ഒരു കുട്ടി, ഇതൊക്കെ ഇവരുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇതൊക്കെ വന്നു? പണ്ടൊക്കെ ഇത് പിശാചുബാധ എന്നൊക്കെ പറയും, അവരുടെ പൊസഷൻ. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പുറമേ നിന്ന് പഠിച്ചിട്ട് വരുന്നതല്ലേ. ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ ഒരു ചില കണ്ടീഷനിൽ മനസ്സിനെ ആ തരത്തിൽ മോർബിഡായിട്ട് എക്സൈറ്റ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് വരുന്നതാണ്. തുടർന്ന് പറയുന്നത്, ഇൻ സച്ച് കേസസ് ഇറ്റ് ഈസ് വെൽ ടു എക്സ്ക്ലൂഡ് എവരിബഡി ഫ്രം ദ റൂം എക്സെപ്റ്റ് ദ നേഴ്സ് ആൻഡ് ഡോക്ടർ. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആ ഡോക്ടറും നേഴ്സും അല്ലാതെ മറ്റുള്ളവർ ആ മുറിയിൽ നിന്ന് തന്നെ മാറ്റണമെന്നാണ് പറയുന്നത്. ഐ ഹാവ് സീൻ എ ഡിയർ ഓൾഡ് മദർ വീപ്പ് ആൻഡ് റിങ് ഹെർ ഹാൻഡ്സ് ആൻഡ് സേ. ഒത്തിരി പ്രായം ചെന്നൊരു സ്ത്രീ, ഒരു അമ്മ വളരെ പ്രയാസത്തോടുകൂടി പറയുന്നത് കേട്ടിരുന്നെന്നാണ് പറയുന്നത്. വേർ ഡിഡ് മൈ ഡോട്ടർ ലേൺ സച്ച് ലാംഗ്വേജ്? ഇത്തരം ഭാഷ എൻ്റെ മകൾ എവിടെ നിന്ന് പഠിച്ചു? അങ്ങനത്തെ സാഹചര്യത്തിലായിരിക്കില്ല ആ കുട്ടി വളർന്നത്, പക്ഷെ എവിടെ നിന്ന് പഠിച്ചു? ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന അത്തരം കാര്യങ്ങളാണ്. ദ ഡോട്ടർ ഈസ് നോട്ട് ടു ബ്ലെയിം. അപ്പോൾ കുട്ടിയെയല്ല അവിടെ കുറ്റപ്പെടുത്തേണ്ടത്. ഇറ്റ് ഈസ് സിംപ്ലി എ കണ്ടീഷൻ ഓഫ് ദ യൂറിനറി ട്രാക്ട് ഓർ ദ മെൻസ്ട്രൽ ഫംഗ്ഷൻ ബ്രോട്ട് ഓൺ ഫ്രം കോൾഡ് ഓർ എക്സ്പോഷർ ഓർ ത്രൂ ദ മദേഴ്സ് നെഗ്ലക്ട് ടു tell her daughter what she should know in regard to her menstrual functions and how there is inflammation of the ovaries or uterus or outside part, and the urine burns and causes an inflammatory condition of the outer parts of the urine is restrained and there is frenzy. അപ്പോൾ നോക്കുക, അപ്പോൾ ആ കുട്ടിയെ കുറ്റപ്പെടുന്ന കാര്യമില്ല. അത് വന്നത് കേട്ട് പഠിച്ചിട്ടൊന്നുമല്ല. അത് ഈ ഒരു ശാരീരിക അവസ്ഥയിൽ, നേരത്തെ പറഞ്ഞില്ലേ, ശരീരത്തിൽ എവിടെ ഇൻഫ്ലെയിംഡ് ആകുന്നു അങ്ങോട്ട് മനസ്സ് പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകുന്നു. അതിൻ്റെ ഭംഗിയായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണത്. അതിൽ ഇതൊക്കെ ഒരു ഗവേഷണ വിഷയമായിട്ട് എടുക്കാവുന്നതാണ്. ഹോമിയോപ്പതിയിലെ ഗവേഷണം എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. എങ്ങനെ ഈ ഒരു ഔഷധത്തിൽ ശരീരവും മനസ്സുമായിട്ട് ഇങ്ങനെ ആ ഒരു ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ആ കുട്ടി കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ പറയുന്നു? ആ തരത്തിലൊക്കെ ആണ് ഗവേഷണം പോകേണ്ടത്. ഇവിടെ അതൊക്കെ എൻ്റെത് അതിലേക്കുള്ള നല്ലൊരു ലീഡ് വരുന്നുണ്ട് എങ്ങനെയാണ് റിസർച്ച് പോകുന്നതിനെ കുറിച്ച്. എങ്ങനെയാണ് അമ്മയുടെ ഒരു നെഗ്ലക്റ്റ് ആകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂറിനറി ട്രാക്റ്റിലെ ഒരു കണ്ടീഷനാണ്, ഒരു സിമ്പിൾ കണ്ടീഷനാണ്, സിംപ്ലിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ഒരു ഡിറേഞ്ച്മെൻറ്റ്. അതെങ്ങനെ ഒന്നാണ്? തണുപ്പിലേക്കുള്ള എക്സ്പോഷർ. അത് വെസ്റ്റേൺ കൺട്രീസിൽ, ഇവിടെ അത്രയ്ക്ക് തണുപ്പൊന്നും ഇല്ല. അല്ലെങ്കിൽ എങ്ങനെ മദേഴ്സ് നെഗ്ലക്ട് ടു ടെൽ ഹെയർ ഡോട്ടർ. എന്താണ് ഈ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച്, അല്ലെങ്കിൽ യൂറിനറി സ്ത്രീകളുടെ എക്സ്പോസ്ഡ് ആണ് ആ ഒരു അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ പഴയ ക്ലോസറ്റിലൊക്കെ, വൃത്തിഹീനമായ ക്ലോസറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ അമ്മമാർ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലായി. ഇന്ന് മാത്രം ആളുകളുണ്ട്, ഗ്രാമീണ മേഖലയിൽ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലമേഷൻ വരാം. ഓവറീസിനെ ബാധിക്കാം, യൂട്രസിനെ ബാധിക്കാം, ഔട്ട്സൈഡ് പാർട്സിനെ ബാധിക്കാം.
അങ്ങനെ വരുമ്പോൾ എന്താണ്, കുറച്ച് കഴിയുമ്പോഴേക്കും യൂറിൻ ബേൺസ്, മൂത്രത്തിൽ പൊള്ളൽ ആയിട്ട് അനുഭവപ്പെടുന്നു. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാകുന്നു, ഔട്ടർ പാർട്സ് ഉണ്ടാകുന്നു. യൂറിൻ ഈസ് റെസ്ട്രെയിൻഡ് ആൻഡ് ദർ ഈസ് ഫ്രൻസി. മൂത്രം കെട്ടി നിൽക്കുന്നു. അപ്പോഴേക്കും ഈ ഒരു നേരത്തെ പറഞ്ഞ ഫ്രൻസി മനസ്സിനെ ബാധിച്ചു. അതാണ് അതിൻ്റെ ഒരു കോഴ്സ്. സച്ച് ഈസ് ക്യാന്താറിസ്. അങ്ങനെയാണ് ക്യാന്താറിസിൻ്റെ അവസ്ഥ. ഇതാണ് ക്യാന്താറിസിനെ കുറിച്ചുള്ളൊരു നട്ഷെല്ലിൽ പറയുന്നൊരു കാര്യം. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വളരെ നിഗൂഢമായ മേഖലകളെ റിവീൽ ചെയ്യുന്നൊരു അവസരം കൂടിയാണത്. ഭാവിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗവേഷണത്തിലെടുക്കാവുന്നതാണ്. ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അയൽവക്കാരോട് ചോദിച്ചാലൊന്നും കിട്ടില്ല. ആ സ്ത്രീ അങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പല കാര്യങ്ങളും ഈ ഇതിൽ പറഞ്ഞ പോലുള്ള അവസ്ഥകൾ, മനസ്സിൻ്റെ പോക്ക്, എനിക്ക് ആ മൂത്ത മകളുടെയും അയൽവക്കത്തെ ആ പ്രായം ചെന്ന ഉമ്മയുടെയും സംസാരം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത്ര വിലപ്പെട്ട ഒരു ഔഷധമാണ് ക്യാന്താറിസ്. നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ പരമ്പര ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഇനിയും പരിചയപ്പെടാത്തവരെ ഇത് പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.